ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല പേഴ്സണലി. ക്രിസ്തീയ മാർഗം മതമല്ല, ഇറ്റ് ഈസ് ദ വേ. അതൊരു മാർഗമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് യൗവനക്കാരുടെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ നാളുകളാണ്. നമ്മൾ യൗവനക്കാരുടെ മുന്നേറ്റമൊക്കെ നമ്മൾ പല സ്റ്റേറ്റുകൾ, ഡൽഹി തുടങ്ങി പല സ്റ്റേറ്റുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തമായിട്ട് ഈ നാളുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള യൗവനക്കാരെ ദൈവികമായ വിഷയങ്ങളിലും ദൈവം എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ യൗവനം അത് പുതുകി വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവ് അതുപോലെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് യൗവനക്കാർക്ക് വേണ്ടി മാത്രം 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ചുറുചുറുക്കുള്ള നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ ക്യാമ്പ്. ഈ പ്രാവശ്യത്തെ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ വൈയു ടൂറും പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ദൈവം അതിശക്തമായ പ്രവൃത്തിയാണ് യൗവനക്കാരിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. കർത്താവെ, ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുവാൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ തകർന്ന മതിലുകൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും പറയുന്നു, 52 ദിവസത്തെ ശക്തമായ പ്രാർത്ഥന കൊച്ചിയിൽ മാത്രമല്ല നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചർച്ചസിലും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞങ്ങൾ സ്ത്രീകൾ തന്നെ മാത്രം, കുറേ പുരുഷന്മാരും ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കൂടിയുള്ളൊരു സ്പെഷ്യൽ മീറ്റിംഗ് മിഡ് ഡേ ഫയർ എന്ന പേരിൽ നടക്കുകയാണ്. നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഈ സമയത്ത് സ്ക്രീനിൽ കാണാം. സൂം മീറ്റിങ്ങിലേക്ക് ദയവായി പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്ന് വിശ്വാസത്തോടുകൂടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് ഞങ്ങളോടുകൂടെ പങ്കുചേരുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ശക്തമായ വിധത്തിൽ ഈ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഓഗസ്റ്റ് മാസം 8-ാം തീയതി വർക്കലയിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അതിലേക്കും കൂടെ ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് റിന്യൂഡ് സീൽ. പുതുക്കപ്പെട്ട, നവീകരിക്കപ്പെട്ട ഉന്മേഷം, ആവേശം, ഉത്സാഹം. എന്താണ് വേണ്ടത് അത് എഴുതിക്കോ. ഇപ്പോൾ കാണുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇത് ടൈപ്പ് ചെയ്തിടുക. തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഹാജർ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. റിന്യൂഡ് സീൽ, നവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പുതുക്കപ്പെട്ട ഉത്സാഹം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ്, നെവർ ബി ലാക്കിംഗ് ഇൻ സീൽ but keep your spiritual fervor serving the Lord. Romans 12 verse number 11. അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. മലയാളത്തിൽ ഏകദേശം ഇങ്ങനെ പറയാം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പിൻ. അപ്പോൾ ഇതൊരു ശക്തമായ വചനമാണ്, നമ്മളോടുള്ള ശക്തമായ ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു കമാൻഡ്മെൻ്റാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പിൻ. ഇന്നത്തെ പ്രഖ്യാപനം, ഹോളി ഫയർ റീകിൻഡിൽസ് മൈ പാഷൻ ടുഡേ. ദൈവത്തിൻ്റെ വിശുദ്ധമായ അഗ്നി ദൈവത്തോടുള്ള എൻ്റെ ആവേശത്തെ ഇന്ന് ജ്വലിപ്പിച്ചുണർത്തുന്നു. ഐ സെർവ് ഗോഡ് വിത്ത് ഫ്രഷ് എനർജി ആൻഡ് ജോയ്. ഞാൻ ഇന്ന് ദൈവത്തെ പുതിയ ശക്തിയോടും സന്തോഷത്തോടും കൂടെ സേവിക്കുന്നു. അതൊക്കെ പല പ്രാവശ്യം പോസ് ചെയ്ത് പല പ്രാവശ്യം വാഗൊണ്ട് പറയണേ. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ നോക്കി വായിച്ച്
ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ടിക്ക് ചെയ്യുക. റിന്യൂഡ് സീൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. പുതുതാക്കപ്പെട്ട ആവേശം, അല്ലെങ്കിൽ പുതിയ ഉത്സാഹം, പുതിയ ഉണർവ്. 4 കാര്യങ്ങൾ പറയുന്നു. നമ്പർ 1, കുറിച്ച് വെക്കണം കമൻറ്റ് സെക്ഷനിൽ ഓരോ പോയിൻറ്റുകളും. പ്രധാനമായി ഞാൻ പറയുന്ന കാര്യങ്ങളും വചനങ്ങളും ടൈപ്പ് ചെയ്തിടണം. വചനങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ നിങ്ങളുടെ ബൈബിൾ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാൽ മതി. അത് ഒത്തിരി പേർക്ക് അത് കാണാനും. ഇത് ഈ എല്ലാ ദിവസവും ഞാൻ ഇരുന്നത് പറയാൻ കാരണം, പലരും വീഡിയോ കാണുന്നതിന് മുമ്പ് അവർ ഈ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ച് നോക്കും. അപ്പോൾ ആ കമൻറ്റിൽ ഈ വചനങ്ങളും ഈ പോയിൻറ്റുകളൊക്കെ കാണുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്ന് കേൾക്കണം എന്നവർക്ക് തന്നെ തോന്നും. ഇങ്ങനെ വചനം വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്പർ 1, സ്പിരിച്വൽ പാഷൻ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. ആത്മീയ ആവേശം നിലനിർത്തപ്പെടണം. ആത്മീയ ആവേശം നിലനിർത്തപ്പെടേണ്ടതാകുന്നു. പോൾസ് കമാൻഡ് ഈസ് വെരി വെരി സ്ട്രൈക്കിംഗ്. കീപ് യർ സ്പിരിച്വൽ ഫെർവർ. അവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഉത്സാഹം, ആത്മീയ ഉത്സാഹം, ആത്മീയമായ ആവേശം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക. ഇതിൻ്റെ കാരണം, this means that zeal can diminish if it is neglected. അവഗണിച്ചു കഴിഞ്ഞാൽ ഈ ആവേശം, ഈ എരിവ്, ഈ ഉത്സാഹം കെട്ടുപോകും. ഒത്തിരി പേർക്ക് അത് സംഭവിക്കാറുണ്ട്. Many believers lose their passion not through rebellion but through drift. ഒത്തിരി കാലങ്ങൾ നഷ്ടപ്പെട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുൻപിലുള്ള കാലം ഞാൻ പാഴാക്കി. അപ്പോൾ ഇനി അങ്ങ് നല്ല രീതിയിൽ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാനോ ഭീകരപാപങ്ങൾ ചെയ്യാനൊന്നും മനഃപൂർവ്വമായി വിശ്വാസികൾ പൊതുവെ പോവില്ല. എന്നാൽ പതുക്കെ 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 ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ആ ആവേശം, ആദ്യ സ്നേഹം, ആദ്യ പ്രവൃത്തി, ആദ്യത്തെ ആവേശം, അത് പതുക്കെ നമ്മൾ പോലും അറിയാതെ കുറഞ്ഞ് സാധാരണ മനുഷ്യരെ പോലെ വിശ്വാസികൾ ജീവിക്കാൻ തുടങ്ങും. പക്ഷേ ആ തുടക്കം ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ രക്തസാക്ഷിയാകണമെങ്കിലും റെഡിയാണ്. കർത്താവിന് വേണ്ടി എന്തിനും തയ്യാറാണ്. രാത്രിയും പകലും ഊണുറക്കമില്ലാതെ കർത്താവെന്ന് വിളിക്കുന്ന ആവേശം, അത് പതുക്കെ മന്ദഗതിയിലായി, ജനജീവിതം സാധാരണഗതിയിലായി എന്ന് പറയുന്ന പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് എഴുതുന്നത് എഫേസ്യർക്കാണ്. അപ്പോൾ ഈ എഫേസ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത, ദേ റിമെയിൻഡ് ഡോക്ട്രിനലി സൗണ്ട്. എഫേസ്യ സഭയിലുള്ള ആളുകൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഉപദേശപ്പിശകില്ലാതെ പിടിച്ചു നിന്നു. അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, വിശ്വസ്തരാണ്. എങ്കിലും യേശു കർത്താവ് അവരോട് പറഞ്ഞത്, യെറ്റ് യു ഹാവ് ഫോർസേക്കൻ ദ ലവ് യു ഹാഡ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾക്കുണ്ടായിരുന്ന ആ സ്നേഹം, അഥവാ ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്, നഷ്ടമായിപ്പോയി. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഫേസ്യ സഭയ്ക്കകത്തുള്ളവർ, ഇപ്പോൾ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-5 വായിക്കുമ്പോൾ അവിടെ കർത്താവ് ശക്തമായി താക്കീതോടുകൂടി പറയുന്നു, റിട്ടേൺ ടു യുവർ ഫസ്റ്റ് ലവ്. നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? റിട്ടേൺ ടു യുവർ ഫസ്റ്റ് ലവ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. എല്ലാവരും ഒന്ന് നെഞ്ചൊക്കെ വെച്ച് പറഞ്ഞേ, ഞാൻ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നു. ഐ റിട്ടേൺ ടു മൈ ഫസ്റ്റ് ലവ്. ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ കർത്താവിനുള്ള ആദ്യ സ്നേഹമാണ്. പണ്ട് ഒരാൾ ഇഷ്ടപ്പെട്ടിരുന്നു, ആ സ്നേഹം എന്നല്ല ഉദ്ദേശിച്ചത്, കർത്താവിനോടുള്ള ആ ഫസ്റ്റ് ലവ്. എബ്രായ ലേഖനം 2:1 വി മസ്റ്റ് പേ കെയർഫുൾ അറ്റൻഷൻ സോ ദാറ്റ് വി ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ. എബ്രായ ലേഖനം 2:1 പറയുന്നത്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. എന്ന് വെച്ചാൽ ദൈവവചനം കേട്ടത്, പ്രസംഗങ്ങൾ കേട്ടത്, മോർണിംഗ് ഗ്ലോറി കേട്ടത്, ഒത്തിരി വചനങ്ങൾ കേട്ടത്, അത് അധികം ശ്രദ്ധയോടെ അത് മുറുകെ പിടിക്കണം. കാരണം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. ചില വിശ്വാസികൾക്ക് ഭയങ്കര ആത്മവിശ്വാസം, ഞാൻ
ഒരിക്കലും വീണു പോകുകയില്ല, ഞാനൊരിക്കലും പതറിപ്പോവുകയില്ല. അത് സ്വയം ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണെങ്കിൽ അപകടകരമാണ്. പത്രോസിന് അതാണല്ലോ സംഭവിച്ചത്. നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ട് എന്ന് പത്രോസ് പറഞ്ഞു. അന്ന് രാത്രി തന്നെ തള്ളി പറഞ്ഞു. ഒന്ന്, അഹങ്കരിച്ച് നമ്മൾ എൻ്റെ ബലത്തിൽ ഞാൻ അങ്ങനെ പോകാത്തൊരു വ്യക്തിത്വമാണ് എന്ന് പറയരുത്. നിൽക്കുന്നുവെങ്കിൽ അത് കൃപയാലാണ്. നിൽക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്, അതിൽ 8:6 പറയുന്നത്, ലവ് ഈസ് ആസ് സ്ട്രോങ് ആസ് ഡെത്ത്, ഇറ്റ്സ് പാഷൻസ് ബേൺ ലൈക്ക് ബ്ലേസിങ് ഫയർ. അവിടെ ഈ സ്നേഹം എന്ന് പറയുന്നത് മരണത്തോളം ശക്തമാണ്. എന്ന് വെച്ചാൽ ശരിക്കുള്ള സ്നേഹം മരണത്തോളം ശക്തമാണ്, മരിക്കാൻ തയ്യാറാണ്. ഇറ്റ്സ് പാഷൻ ബേൺസ് ലൈക്ക് ബ്ലേസിങ് ഫയർ. അതിൻ്റെ ആവേശം ജ്വലിക്കുന്ന അഗ്നി പോലെ കത്തുന്നു. അങ്ങനൊരു സ്നേഹമാണ് യേശുവിന് നമ്മളോടുണ്ടായത്. ആ സ്നേഹമാണ് കർത്താവ് തിരിച്ച് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ഹൃദയം അങ്ങ് കോൾഡായി ഐസ് പോലെയായി, ഐസ്ക്രീം പോലെയായി തണുത്തതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് പലരുടെ സ്നേഹം അങ്ങ് തണുത്തു പോകും, തണുത്തുറഞ്ഞ് ഫ്രോസനായി മരവിച്ചു പോകും. സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് സ്നേഹമില്ല. കർത്താവിനെ സ്നേഹിക്കാത്തവന് ശപിക്കപ്പെട്ടവെന്ന് വചനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങായി പോവുകയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഈസ് നോട്ട് ഓൾവേസ് ഫോളിങ് അവേ, സംടൈംസ് ഇറ്റ് ഈസ് സ്ലോലി കൂളിംഗ് ഡൗൺ. വിശ്വാസത്യാഗം സംഭവിക്കുന്നൊരു പ്രതിഭാസം അന്ത്യകാലത്തുണ്ടാകുന്ന വചനത്തിലുണ്ട്. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് വെച്ചാൽ അന്ത്യകാലത്ത് ചിലർ വിശ്വാസം തള്ളിപ്പറയും. നിങ്ങൾ ചുമ്മാ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഉറപ്പുണ്ടെങ്കിൽ ചെയ്താൽ മതി, യൂട്യൂബിൽ ചുമ്മാ അടിച്ചു നോക്കുക. അതായത് പീപ്പിൾ ഡിനൈയിങ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, പീപ്പിൾ റിജക്റ്റിംഗ് ജീസസ്, അല്ലെങ്കിൽ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപക്ഷെ അനേകം വീഡിയോകൾ, ആൺപിള്ളേർ, പെൺപിള്ളേർ, നിരീശ്വരർ, ഇങ്ങനെയുള്ള ഒത്തിരി പേര് ചെയ്ത വീഡിയോകൾ കാണാം. അവർ ക്രിസ്തീയ വിശ്വാസത്തെ ഉപേക്ഷിച്ചു. ഇതിന് പല റീസൺസ് കാണും. അവർക്കുണ്ടായ തിക്താനുഭവങ്ങളാകാം, മാതാപിതാക്കളിൽ കണ്ട ചില ഒരു ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലിരിപ്പ്, അല്ലെങ്കിൽ അവർ പൊക്കൊണ്ടിരുന്ന ചേർച്ചിൽ കൂട്ടായ്മയിൽ കണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ വായിക്കുമ്പോൾ അതിൽ തന്നെ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതുപോലെ പരസ്പര വിരുദ്ധമായ പലതും ബൈബിളിലുണ്ട്. പഴയ നിയമമൊക്കെ വായിച്ചിട്ട് ചിലർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ മൊത്തം യുദ്ധവും ചോരപ്പുഴയാണ്, ദൈവം ഇതിന് കൂട്ടുന്നില്ലേ, ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം, എനിക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ലോജിക്കലായി ചിന്തിച്ച് ശരിയായ പേഴ്സ്പെക്റ്റീവിൽ ദൈവവചനത്തെ കാണാതെ സംശയിച്ച്, അല്ലെങ്കിൽ ചിലരൊക്കെ ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ കാലത്ത് ശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്നതിന് പകരം ഇങ്ങനെയുള്ള മതങ്ങളുടെ പുറകെ പോകേണ്ട വല്ല ആവശ്യമുണ്ട്. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല പേഴ്സണലി. ക്രിസ്തീയ മാർഗം മതമല്ല, ഇറ്റ് ഈസ് ദ വേ. അതൊരു മാർഗമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവമായിട്ടുള്ളൊരു ബന്ധമാണത്. ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ. പക്ഷേ തെറ്റിദ്ധാരണകൾ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അന്ത്യകാലത്ത് ഒത്തിരി പേര് വിശ്വാസത്യാഗം സംഭവിച്ച് അവർ തള്ളിപ്പറഞ്ഞ് പോകും. അങ്ങനെയുള്ള ധാരാളം വീഡിയോകൾ ചിലപ്പോൾ ഇനി അത് കൂടി വരികയുള്ളൂ. ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയുന്ന, സഭകളെ തള്ളിപ്പറയുന്ന, കുറ്റങ്ങൾ കാണിക്കുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ സഭയ്ക്കകത്ത് നിൽക്കുന്ന പലരും ഒരു പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇറക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, അവർ താഴെ പോകുന്നുമില്ല. അതായത് വിശ്വാസത്യാഗമൊന്നും പറയുന്നില്ല, വിശ്വാസം ഉപേക്ഷിക്കുന്നുമില്ല, കർത്താവിൽ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ സംടൈംസ് സച്ച് Christians or such believers will slowly cool down. പതുക്കെ അവരുടെ വിശ്വാസം, ആവേശം അതെല്ലാം തണുത്തുറഞ്ഞ്, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റെഡ് ഹോട്ട് ലാവ അവസാനം തണുത്തുറഞ്ഞ് സോളിഡിഫൈ ചെയ്ത് പാറയായി മാറിയതുപോലെ, കറുത്ത പാറ പോലെ അതായി മാറും. ഇത് സഭകളിൽ നടക്കുന്നുണ്ട്. വിശ്വാസത്യാഗം സംഭവിച്ചത് ഒരുപക്ഷെ സഭയ്ക്ക് വെളിയില്ലായിരിക്കും. എന്നാൽ സഭയ്ക്കകത്ത് ആവേശം നഷ്ടപ്പെട്ട,
എങ്ങനെയാണ് പറയേണ്ടത്, തീക്ഷ്ണത നഷ്ടപ്പെട്ട, ജ്വലിക്കാത്ത ഒരു 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 ആവേശമുണ്ടല്ലോ, അതില്ലാത്ത വിശ്വാസികളെ കൊണ്ട് സഭകൾ ഈ അന്ത്യകാലത്ത് നിറഞ്ഞിരിക്കുന്നൊരനുഭവം ഉണ്ട്. ഇതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. ചില സമയത്ത് തീ പിടിക്കുമ്പോൾ ചിലപ്പോൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് കാടൊക്കെ പെട്ടെന്ന് കത്തി നശിക്കും. പക്ഷേ ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീഡിയോകളൊക്കെ നോക്കുക, പെട്ടെന്നൊരിക്കലും അത് കെട്ടുപോകാറില്ല. ഒരുപക്ഷെ ഫയർ എഞ്ചിനുകൾ കൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ അഗ്നിശമന സേനക്കാർ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ കൊണ്ടോ ഒന്നും ഇത് പെട്ടെന്ന് അടക്കാനും സാധിക്കാത്ത സാഹചര്യത്തിൽ തൽക്കാലം അതൊന്ന് പതുക്കെ ഒന്ന് വിട്ടുകൊടുത്ത് ഒന്നും ചെയ്തില്ലെങ്കിലും കുറേശ്ശെ അതിന് കത്താനുള്ള സാമഗ്രികളില്ലെങ്കിൽ, ഓക്സിജൻ സപ്ലൈ ഇല്ലെങ്കിൽ അത് കിട്ടുമോ? ഇതുപോലെയാണ് മനഃപൂർവ്വമായി തീ കെടുത്താൻ വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും തീ ജ്വലിപ്പിക്കുവാനുള്ള ശ്രമം ഇല്ലെങ്കിൽ അത് കെട്ടുപോകും. ഒരു ക്യാമ്പ് ഫയർ ചിന്തിക്കുക, മിക്കവാറും ക്യാമ്പുകളൊക്കെ ക്യാമ്പ് ഫയർ കാണും. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണ്, കുറച്ച് വിറകുകൾ നടുക്ക് കൂട്ടിയിട്ടിട്ട് ചുറ്റിരുന്ന് പാട്ട് പാടുക, കഥ പറയുക, അങ്ങനെ കളികളും ഒക്കെ ആയിട്ട് ഇതൊക്കെ. കുറേ കഴിയുമ്പോൾ ആരും പോയി ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചൊന്നും ഇത് കെടുത്തേണ്ട ആവശ്യമില്ല. ചില സമയം കഴിയുമ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ വിറക് തീർന്നു. പുതുതായി വിറകുകളോ കത്താനുള്ള മെറ്റീരിയലുകളോ അതിലേക്ക് ഇടുന്നില്ലെങ്കിൽ അത് പതുക്കെ അങ്ങനെ ഡൈ ഔട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ തീ, ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള തീയെ പതുക്കെ കെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പാഷൻ മസ്റ്റ് ബി കണ്ടിന്യൂവലി നറിഷ്ഡ്, കീപ് ദാറ്റ് ഫെർവർ. അതിനു വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടി? ഈ തീ കെടാതെ സൂക്ഷിക്കാൻ. കീപ് ദാറ്റ് ഫയർ ബേണിംഗ് ആൻഡ് ബേണിംഗ് ആൻഡ് ബേണിംഗ്. നമ്പർ 2, zeal is born from a fresh vision of God. ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ദർശനം പ്രാപിക്കുമ്പോഴാണ് ആവേശം ജനിക്കുന്നത്. ആളുകൾക്ക് ആവേശമുണ്ടാകുന്നത് എപ്പോഴാണ്? ജീവിക്കാൻ തോന്നുന്ന, ഇന്നതിന് വേണ്ടി ജീവിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം, അതായത് സംതിങ് ഈസ് വർത്ത് ലിവിങ് ഫോർ. ഇത് കൊള്ളാം, ഈ ഒരു കോസിന് വേണ്ടി, ഈ ഒരു കാര്യത്തിന് വേണ്ടി ജീവിച്ചാൽ കൊള്ളാമെന്ന അകത്തൊരു സാധനം വരുമ്പോഴാണ് ജനങ്ങൾ അതിനു വേണ്ടി. ചിലർക്ക് രാഷ്ട്രീയമാണ്, ചിലർക്ക് സ്പോർട്സാണ്, ചിലർക്ക് മൂവി ആയിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, ചിലർക്ക് വേറെ അവരുടെ ലൈഫ് അതിനു വേണ്ടി കളയുകയാണ്. അങ്ങനെയുള്ളൊരു പാഷൻ ജനിച്ചു വീഴുന്നത് ഒരു പുതിയ സാധനം, ഒരു പുതിയ ദർശനം, ഒരു പുതിയ കാര്യം മുമ്പിൽ വരുമ്പോഴാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവിന് ഒരു പുതിയ വിഷനുണ്ടായി. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ വിഷൻ അവൻ്റെ ശുശ്രൂഷ മാറ്റി. അതുമുതൽ അവൻ്റെ പ്രവചിക്കുന്ന രീതി മാറി, ജീവിക്കുന്ന രീതി മാറി, തൻ്റെ സംസാര രീതി മാറി, കാഴ്ചപ്പാടുകൾ മാറി. അവിടെ ഒരു പുതിയ ആവേശം അവനുണ്ടായി. 6-ാം അധ്യായം വരെ അങ്ങനെ പോയെങ്കിലും 7-ാം അധ്യായത്തിലാണ് ഈ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ദൈവത്തെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ തേജോമയനായി പ്രകാശം ചുരിയുന്ന വസ്ത്രം ധരിച്ചവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളൊക്കെ ആലയത്തിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ച കാണുന്ന 6-ാം അധ്യായത്തിലാണെങ്കിൽ 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. അപ്പോൾ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആ ഒരൊറ്റ ദർശനത്തിൽ അവൻ്റെ ശുശ്രൂഷ മാറി. ഇതുപോലെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതോടുകൂടെ, ഓ മൈ ഗോഡ്, ശിഷ്യന്മാരുടെ രീതികളങ്ങ് മാറി. അവർക്കൊരു പുതിയ ആവേശമുണ്ടായി. ലോകത്തിൻ്റെ അറ്റം വരെ ഈ ദൂതുമായി പോകാൻ അവരുടെ അകത്ത് അതിഭയങ്കരമായ ഒരു പാഷൻ, ഒരു സീൽ ഉണ്ടായി. ഫിലിപ്പി ലേഖനം 3:8 I consider everything a loss because of the surpassing worth of knowing Christ.
അപ്പോൾ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ അളവില്ലാത്ത അളവറ്റ പരിജ്ഞാനത്തിൻ്റെ അഘനം നിമിത്തം ഞാൻ ലാഭമായതുപോലെ ഛേദമെന്നാണ്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വചനത്തിൽ പറയുന്ന വൺ തിങ് ഐ ആസ്ക് ഫ്രം ദ ലോർഡ്. കർത്താവിനോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, അവൻ്റെ ആലയത്തിൽ എന്നും പ്രാർത്ഥിക്കാൻ, അയ്യോ എൻ്റെ മനോഹരത്വം ഒന്ന് കാണാൻ എന്നതുപോലുള്ള ഒരു ആവേശം. 3, പോയിന്റ് നമ്പർ 3, zeal thrives when gifts are stirred up. കൃപാവരങ്ങൾ ജ്വലിക്കുമ്പോൾ ആവേശവും ഉണരുന്നു, അല്ലെങ്കിൽ ആവേശവും വളരുന്നു. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ഫാൻ ഇൻടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുക. കാരണം അൺയൂസ്ഡ് ഗിഫ്റ്റ്സ് ഇവൻച്വലി ബിക്കം ഡോർമൻറ്റ്. കൃപാവരം ഉപയോഗിക്കാതിരുന്നാൽ അവസാനം അത് സുഷുപ്തിയിലാണ്ടതുപോലെ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതുപോലെ, ആക്റ്റീവ് അല്ലാത്തതുപോലെ ആയിപ്പോകും. പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരങ്ങൾ നൽകുന്നത് ഒരിക്കലും അതിങ്ങനെ ഒരാരാധന മനോഭാവത്തോടുകൂടി ആ കൃപാവരമുള്ളവരെ കാണാൻ വേണ്ടിയിട്ടല്ല. പകരം 2 തിമോത്തിയോസ് 1:6 പൗലോസ് പറയുന്നത് ഫാൻ ടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. 1 പത്രോസ് 4:10 പറയുന്നത് യൂസ് വാട്ട് എവർ ഗിഫ്റ്റ് യു ഹാവ് റിസീവ് ടു സെർവ് അതേഴ്സ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും ഉപയോഗിച്ച് മറ്റുള്ളവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. സഭാപ്രസംഗം 9:10 വാട്ട് എവർ യുവർ ഹാൻഡ് ഫൈൻഡ്സ് ടു ഡു ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. നീ നിൻ്റെ കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം ഏറ്റവും പൂർണ്ണ ശക്തിയോടുകൂടെ തന്നെ ചെയ്യാം, ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ അത് ചെയ്യാം. ആക്ടിവിറ്റി ഡസ് നോട്ട് ക്രിയേറ്റ് സീൽ. നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്തു, പ്രവർത്തിച്ചു, അതുകൊണ്ടല്ല സീൽ വരുന്നത്. ബട്ട് പേർപ്പസ്ഫുൾ സർവീസ് ഓഫ്റ്റൻ റീഇഗ്നൈറ്റ്സ് ഇറ്റ്. എന്നാൽ ഉദ്ദേശത്തോടുകൂടെ, ഉദ്ദേശപൂർണമായി ശരിക്കും ഫോക്കസ്ഡായി ഒരു വലിയ ശ്രദ്ധയോടുകൂടെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിനെ രണ്ടാമത് ജ്വലിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. നമ്പർ 4, സീൽ ബിക്കംസ് കണ്ടേജിയസ്. ഈ ആവേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ആവേശം പടർന്നു പിടിക്കും. ഒരാൾക്ക് ആവേശമുണ്ടായാൽ അയാളുടെ അടുക്കുന്നവർ കൂടെ ആവേശത്തിലാവും. പകർച്ചവ്യാധി പോലെയാണ്, എല്ലാവർക്കും പിടിക്കും. അതിന് കാരണം പാഷൻ ഹാസ് എ ടെൻഡൻസി ടു സ്പ്രെഡ്. ഈ ആവേശം പരക്കുന്നതാണ്. ഒരാൾക്കുള്ള ആവേശം നേരത്തെ പറഞ്ഞ പോലെ പരക്കും. വൺ ബേണിംഗ് ബിലീവർ കൻ ഇൻസ്പയർ മെനി അതേഴ്സ്. കത്തിജ്വലിക്കുന്ന ഒരു വിശ്വാസി ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്തുള്ള മറ്റുള്ളവർക്ക് കാത്തുപിടിക്കാൻ തുടങ്ങും. ദ ഡിസൈപ്പിൾ ഓൺ ദ എമൗസ് റോഡ് സെറ്റ് വെയർ നോട്ട് അവർ ഹാർട്ട്സ് ബേണിംഗ് വിതിൻ അസ്. ഇത് ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 പേർ എമൗസിലേക്ക് പോവുകയാണ്. അവർ സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡൗൺ മൊമെൻ്റാണ്. ഇതുപോലൊരു നാണക്കേട്, ഇതുപോലൊരു ഹോപ്പ്ലെസ്നെസ് വേറെ ഉണ്ടായിട്ടില്ല. കാരണം സകലരുടെയും ആവേശമായിരുന്ന ഒരു തരംഗമായിരുന്ന യേശു എന്ന വ്യക്തിയെ മഹാപുരോഹിതന്മാരും അവിടെയുള്ള മതനേതാക്കന്മാരെല്ലാവരും കൂടെ കൊന്നുകളഞ്ഞു. 31 വയസ്സായിട്ടുള്ളൂ. അവരാണെങ്കിൽ ജെറുസലേമിൽ നിന്നും അകലെ, എനിക്ക് തോന്നുന്നു ഗലീലയിലേക്ക് എന്തോ പോകുന്ന വഴിക്കുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് നാടെല്ലാം വിട്ട് ഈ വിശ്വാസ സമൂഹത്തോടുകൂടിയൊക്കെ ജീവിച്ചവർ ഇനി എന്ത് ചെയ്യും? ഒരുപക്ഷെ അവർ ഫുൾ ടൈം പോലെ കർത്താവിനോടുകൂടി നടന്നവരാകാം. വ്യക്തമായ എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ പറഞ്ഞിട്ടില്ല, പല ഊഹങ്ങളുണ്ട് എങ്കിലും. പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ളവർ ചിന്തിക്കുകയാണ്, ഇനി തിരിച്ച് നാട്ടിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യാനാ? വി ഹാവ് ടു സ്റ്റാർട്ട് എവറിത്തിങ് ഫ്രം സ്ക്രാച്ചസ് അല്ലേ? എന്ത് ചെയ്യാനാ? എല്ലാം ഇനി രണ്ടാമത് തുടങ്ങും. അങ്ങനെ തകർന്ന് നാണക്കേട് കൊണ്ട് തോറ്റു തുന്നമ്പാടിയവരെ പോലെ ഇങ്ങനെ ഒരു പക്ഷേ തലയൊക്കെ കുനിച്ച് ഇങ്ങനെ പൊക്കോട്ടിരുന്ന ഈ 2 പേരോട് ചേർന്ന് ഒരാൾ നടക്കുന്നു. സംസാരിച്ച് വന്നപ്പോഴാണ്, നീ ഒന്നും അറിയുന്നില്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഈ നാട്ടിൽ നടന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? എന്നാ
അറിയാത്തതുപോലെ കർത്താവ് അവരോടൊക്കെ ചോദിച്ചു. അതിന് ശേഷം കർത്താവ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സമയത്ത് അകത്തൊരു ഭയങ്കരമായ കത്തലുണ്ടായി. കാരണം ഒരു പുതിയ ദർശനം അവർക്ക് കിട്ടി. അങ്ങനെയാണല്ലേ കിടപ്പ്. അപ്പോൾ മരിച്ചത് ദൈവനിശ്ചയപ്രകാരം ആണെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പോസ്തലപ്രവൃത്തികൾ 18:25 അപ്പോലോസ് സ്പോക്ക് വിത്ത് ഗ്രേറ്റ് ഫെർവർ. നമ്മുടെ ടർക്കി പോഡ്കാസ്റ്റിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എഫെസോസിലേക്ക് വന്നപ്പോൾ അപ്പോലോസ് എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്നു. അപ്പോലോസ് സംസാരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തീഷ്ണതയോടുകൂടെയാണ് സിനഗോഗുകളിലൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആവേശമുള്ള ഒരു യുവാവ് 69-ാം സങ്കീർത്തനം 9-ാമത്തെ വചനത്തിൽ സീൽ ഫോർ യുവർ ഹൗസ് കൺസ്യൂംസ് മീ. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ഇത് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. യേശു കർത്താവ് പിതാവിനെ സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതും ചുമ്മാ ഉറക്കം തൂങ്ങിയോ അല്ലെങ്കിൽ ജനിച്ചും പോയി മനുഷ്യനായി പോയി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കുരിശ് കയറി ഒന്ന് മരിച്ചങ്ങ് പോയാൽ മതി. നോ, ദേവാലയത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ എരിവോടുകൂടെ അകത്തൊരാവേശത്തോടു കൂടിയാണ് ചെല്ലുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അടുത്ത ഞായറാഴ്ച നിങ്ങളൊരു ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ബ്ലെസ്സിങ് ടുഡേ സഭകളിൽ ആരാധിക്കുന്നവരാകണമെന്നില്ല, ഏത് സഭയായിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത ഞായറാഴ്ച ആരാധിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അകത്ത് ഒരു ജ്വലിക്കുന്ന തീ കൊണ്ട് ജ്വലിക്കുന്നൊരു ഹൃദയത്തോടു കൂടി ഒന്ന് പോയാലോ. അങ്ങനെ കർത്താവ് പോയത്. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അപ്പോൾ അകത്തൊരു സാധനം, പിതാവിനോടുള്ളൊരു സാധനം ഇങ്ങനെ അകത്ത് കത്തുകയാണ്. നാം ആരാധനയ്ക്ക് വരുമ്പോൾ എത്രത്തോളം നമ്മുടെ അകത്തൊരു കത്തലുണ്ട്. അതോ തണുത്തുറഞ്ഞ ലാവ ഉറഞ്ഞ തണുത്തുറഞ്ഞതുപോലെ പോയിട്ടുണ്ടോ? എബ്രായലേഖനം 10:24 സ്പെയർ വൺ അനദർ ഓൺ ടുവേർഡ് ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ്. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ഉത്സാഹിപ്പിക്കണം. അതായത് ഒരാൾക്കെങ്ങാലും അഥവാ ഒരല്പം തണുപ്പ് ബാധിച്ചാൽ മറ്റുള്ളവർ ചേർന്ന് അയാളെ ജ്വലിപ്പിച്ച് കത്തിച്ച് റെഡിയാക്കി എടുക്കണമെന്ന് പറയുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഒരു വലിയ ആവേശം എല്ലാവരെയും കയറി പിടിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ആവേശം നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാഷൻ, സീൽ ഒക്കെ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ അത് കത്താൻ തുടങ്ങട്ടെ, കത്തി ജ്വലിക്കാൻ തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിൽ എന്തോ എവിടെയൊക്കെ പൊട്ടലുണ്ടായ ആളുകൾ, ഒരു വലിയ സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, ദൈവികമായ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സർജറി നടന്നു, പക്ഷേ അതിനുശേഷം ശരിയായ രീതിയിലേക്ക് ശരീരം വന്നിട്ടില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളുമായി ജീവിക്കുന്ന ആരെയൊക്കെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉറക്കത്തിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഒരു ഭയങ്കരമായ അലർജി സൗഖ്യമാകട്ടെ. കർത്താവെ, ഇപ്പോൾ കൈനീട്ടി പിടിച്ചിരിക്കുന്ന ഏവർക്കുമായി ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരോടും കൂടെ ഇരുന്ന് അതതാവശ്യങ്ങളിൽ കർത്താവ് കണ്ട് പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.